ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മളിങ്ങനെ ഫേസ് ടു ഫേസ് വന്നിരിക്കുകയാണല്ലേ. അപ്പോൾ ഇന്നൊരു ഹാപ്പി ന്യൂസും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. വേറൊന്നും അല്ല കേട്ടോ, നമ്മുടെ ഒരു അനിയൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ കുറേ ഒരുക്കങ്ങളുടെ മുന്നോടിയായിട്ട് അതിന് മുന്നേയൊക്കെ നടക്കുന്ന ചെറിയൊരു ഫംഗ്ഷൻ്റെ കാര്യം പറയാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയൊരു ഉറപ്പിക്കൽ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല, അത്യാവശ്യം കുറച്ച് ക്ലിപ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയുള്ള വീഡിയോസിലൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇതാണ് അപ്പോൾ നമ്മുടെ കല്യാണ ചെറുക്കൻ. എൻ്റെ പേരെന്നാണ്? ഇല്ല കേട്ടോ, ഞങ്ങളുടെ അപ്പു. ഇതാണ് പെങ്ങള്. ഇതാറ് കൊടുക്കാനാ? പൂവൊക്കെ കൊടുത്ത സ്വീകരിക്കുന്നേ. പിന്നെ അവള് വന്നിട്ട് കാണാം അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ഒരു കസിൻ കൊച്ചാണ് കേട്ടോ. അപ്പോൾ ഇവൻ്റെ മുഖം കുറേ പേർക്കൊക്കെ കാണുന്നവർക്ക് സുപരിചിതമായിരിക്കും. ഇത് നമ്മുടെ ആൻറ്റി, അതായത് പയ്യൻ്റെ അമ്മയാണ്. പുറകെ പോകുന്നതും എൻ്റെ ആൻറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ പരിപാടിയുടെ ഒരു ഇതിലാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എനിക്ക് അടുത്തടുത്ത് പോയി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടെ ചെക്കൻ്റെ റൂമിൽ കയറി അവൻ്റെ കൂടെ ഇരിക്കുമായിരുന്നു. സാധാരണ പെണ്ണുങ്ങളുമാണ് എല്ലാവരും മൈൻഡ് ചെയ്യുള്ളൂ. പക്ഷേ ഞങ്ങളുടെ അപ്പുവിനെ കൈവിടാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും അവൻ്റെ അടുത്ത് കയറി ഇരിക്കുവാണ് കേട്ടോ. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും ഈ പെണ്ണിൻ്റെ വീട്ടുകാരെത്തിയിട്ടുണ്ട്. ഇത് പെണ്ണിൻ്റെ ഒരു കസിൻ അച്ഛനാണ് കേട്ടോ. അപ്പോൾ അച്ഛനും വന്നു. വരുന്നതാണ് പെണ്ണിൻ്റെ അമ്മ. അപ്പോൾ അമ്മേനെയും സ്വീകരിച്ചു. പെണ്ണിൻ്റെ എന്നല്ല, അമ്മൂൻ്റെ. അമ്മൂ എന്നാണ് കേട്ടോ ഞങ്ങളെല്ലാവരും വിളിക്കുന്നത്. അവളെ വീട്ടിൽ വിളിക്കുന്ന അമ്മൂ എന്നാണ്. കറക്റ്റ് നെയിം തെരേസ എന്നാണ് കേട്ടോ. അപ്പം അമ്മൂനെ കിട്ടി. അങ്ങനെ അപ്പു ദേ ഇറങ്ങി വന്ന് അമ്മൂനെ പൂവൊക്കെ കൊടുത്ത് സ്വീകരിച്ച് അകത്തേക്ക് കയറ്റുവാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉറപ്പീരിനൊക്കെ ആൾക്കാർ ചെക്കനും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന ചടങ്ങുകളൊക്കെ സർവ്വസാധാരണമായി നടക്കുന്നതല്ലേ. അപ്പം ഞങ്ങളും നടത്തി അങ്ങനെ ചെറിയൊരു ചടങ്ങ്. അങ്ങനെ സ്നേഹത്തോടു കൂടി അമ്മൂന് പൂ കൊടുത്തു, സ്വീകരിച്ച് അങ്ങനെ ഫോട്ടോസൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ അകത്തേക്ക് സന്തോഷമായിട്ട് കയറിയിട്ടോ. അങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടുത്തിയും ഒക്കെ ഇരിക്കുവാണ്. കാരണം രണ്ട് ഫാമിലി തമ്മിൽ ഒന്നിച്ച് ചേരാൻ പോകാമല്ലേ. അപ്പം രണ്ട് ഫാമിലിക്കാരും നല്ല ഒത്തൊരുമയും ഇതോടുകൂടി പോയെങ്കിലല്ലേ നല്ലൊരു ലൈഫും കൂടെ അവർക്കും കൂടെ കിട്ടുള്ളൂ. അപ്പം അങ്ങനെ എല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും ചേർത്തിരുത്തി ഞാനും കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോഴേക്കും നമ്മുടെ അച്ഛൻ വന്ന് എല്ലാവരും ചെറിയൊരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നേരെ അവർ കേക്ക് കട്ടിങ്ങിലാട്ടോ പോയത്. അങ്ങനെ വലിയ ഫംഗ്ഷനൊന്നും അല്ലെങ്കിൽ പോലും ചെറിയ ഫംഗ്ഷനും എത്രയോ നല്ലതാക്കാം എന്നല്ലേ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. അങ്ങനെയാണ് ഈ ചെറിയ ഫംഗ്ഷൻ ഞങ്ങൾ വലുതാക്കാൻ നോക്കിയത്. അങ്ങനെ ചെറിയ കേക്ക് കട്ടിങ്ങും അവരുടെ ഫസ്റ്റ് ഷെയറിങ്ങും അവർ നടത്തി കേട്ടോ. അപ്പം കേക്ക് കട്ട് ചെയ്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. അത് കഴിഞ്ഞ് അമ്മമാർ രണ്ടുപേരും കൊടുത്തു. അങ്ങനെ എല്ലാവരുടെയും എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ, കാരണം ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും എടുക്കുമ്പോഴത്തേക്കും വീഡിയോ ഭയങ്കര ലോങ് ആയി പോകുന്ന കാരണം ഞാൻ എല്ലാവരുടെയും എടുത്തില്ല. അപ്പോൾ ഇത് അമ്മൂൻ്റെ അമ്മ, അത് കഴിഞ്ഞ് അമ്മൂൻ്റെ ബ്രദറും കൊടുത്തു കേട്ടോ. അപ്പം അവർ ട്വിൻസാണ്. അപ്പും രണ്ട് അളിയന്മാരുടെയും പേര് അപ്പു എന്നാണ്. അതുകൊണ്ട് തന്നെ അപ്പു എന്ന് ഒന്നിച്ച് വിളിച്ച് ചിലപ്പോൾ രണ്ടുപേരും കൂടെ തിരിഞ്ഞു നോക്കും. അപ്പോൾ ഇതാണ് കേട്ടോ അമ്മൂൻ്റെ ബ്രദർ. അതുപോലെ കല്ലൂസും കൊടുത്തു. കല്ലൂസ് കൊടുക്കാൻ ചെന്നപ്പോൾ അവർ കഴിച്ച് മടുത്തായിരുന്നു. തിരിച്ചവർ കല്ലൂസിനാണ് കേട്ടോ കൊടുത്തത്. അങ്ങനെ നിന്ന് ഒരു ചെറിയൊരു ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗിഫ്റ്റ് എക്സ്ചേഞ്ചും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടുപേരും ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇനി ഫോട്ടോഷൂട്ടാണ് കേട്ടോ. ഇനി വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഡീറ്റെയിൽ ആയിട്ട്. ജസ്റ്റ് ഇവരെ കാണിക്കുക എന്ന ലക്ഷ്യമായിരുന്നു എനിക്ക് വീഡിയോയിലുണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ വിശേഷങ്ങളും കാണാം. അപ്പോൾ അന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് ആണ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം അടുത്ത വീഡിയോസിൽ കല്യാണം എൻഗേജ്മെൻ്റ് ഒക്കെ ഉൾപ്പെടുത്തി നല്ല അടിപൊളിയാക്കി എടുക്കാം. ഫംഗ്ഷൻ നടക്കുന്ന ഡേറ്റുകൾ ജൂൺ 8-ഉം 22-ഉം ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ പുതിയ ജീവിതത്തിലേക്ക് കിടക്കുന്ന ഇവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവിധ ആശംസകളും നേരാം. അപ്പം നല്ലൊരു അടിപൊളി ജീവിതം ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ.